ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ. ഇത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. നമ്മൾ പഴയ നാടൻ സ്റ്റൈലിൽ വറുത്തരച്ചതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമ്മൾ വറുത്തരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമ്മിയത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു പിടി ചുവന്നുള്ളിയുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക്, ഒരു പിടി മല്ലി, ഒരു പിടി കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല, പട്ട, കറയാമ്പൂ, തക്കോലം, പിന്നെ പെരുംജീരകം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വറുക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചൂടായ ചീൻചട്ടിയിലേക്ക് ഇത് ഞാനെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുവാണ്. തീയലിനൊക്കെ വറുക്കുന്ന പോലെ അത്രയും ഒരു കളറിലേക്കൊന്നും പോയില്ല. അതിന് മുന്നേ തന്നെയായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിനി അരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 തക്കാളിയാണ് ഞാൻ എടുത്തത്. എടുത്ത് അരച്ച് വെച്ചു. പിന്നെ ഇതാ നമ്മൾ ആ മസാല അരച്ച് വെച്ചതാണിത്. പിന്നെ ഒരു സവോളയും പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചത് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇത്രയും അതിലേക്ക് ചേർത്തു. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു കളറ് മാറി വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം, 1/2 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ അതിലേക്ക് ചേർത്തു. ബാക്കിയെല്ലാം നമ്മൾ ആ വറുത്തരച്ച കൂട്ടിൽ ചേർത്തിട്ടുണ്ടല്ലോ. ആ മസാല ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴേക്കും അരച്ചു വെച്ചിരുന്ന തക്കാളി അതിലേക്ക് ചേർക്കുവാണ്. വീണ്ടും ആ തക്കാളി ഇളക്കി വെച്ചിട്ട് അതൊന്ന് വേവാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഇതാ ഇപ്പോൾ തക്കാളി വെന്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ ആ മുറിച്ച് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കുവാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കാൻ തുടങ്ങി. ഇനി നമ്മൾ അതിലേക്ക് ആ അരച്ച് വെച്ചിരുന്ന അരപ്പ്, വറുത്തരച്ചെന്ന് പറഞ്ഞല്ലോ, ആ വറുത്തരച്ച അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി ചേർക്കാം. കുറച്ച് ചാറ് എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂടെ ചേർത്താണ് ഇതിനി വേവിക്കാൻ വെക്കുന്നത്. ഇത് നല്ല തീയിൽ ആദ്യം തിളപ്പിച്ചു എടുത്തു. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തീയ് കുറച്ചൊരു മിഡിലേക്ക് മാറ്റി പിന്നെ അടച്ചു വെച്ചു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ചാറ് വേണ്ടാത്തവർക്ക് അത് കുറച്ചുകൂടി കുറുക്കിയെടുക്കാം. എനിക്ക് ഇത്രയും ചാറ് ആവശ്യമായിരുന്നു കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.